പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ക്ലാസ്സാണിത്. ഇതിൻ്റെ ഹെഡിങ് തന്നെയാണ് ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഒരു മൂലകത്തിൻ്റെ, ഒരു ആറ്റത്തിൻ്റെ ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ്, ഈ 3 സാധനങ്ങൾ നമ്മളോട് ചോദിക്കും. ഇത് 3 ഹെഡിങ്ങിലായിട്ടാണ് പുസ്തകത്തിൽ. ഇപ്പോൾ ആദ്യം നമ്മളോട് ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറഞ്ഞ് കുറേ അങ്ങ് പഠിപ്പിക്കുന്നു. അതിനുശേഷം അടുത്ത ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന വിധവും പീരീഡ് കണ്ടുപിടിക്കുന്ന വിധവും വളരെ വിശാലമായിട്ട് എഴുതി. നമുക്കിങ്ങനെ ഒത്തിരി വിശാലമാകുമ്പോൾ കൺഫ്യൂഷൻ ആവില്ലേ? അതുകൊണ്ട് തന്നെ ടീച്ചർ വളരെ വേഗത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പെട്ടെന്ന് പറഞ്ഞു തരികയാണ്. 3ഉം ഒന്നിച്ച് പറയുകയാണ്. 3ആയിട്ടാണ് പുസ്തകത്തിൽ കിടക്കുന്നത്. ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത്. ടീച്ചർ ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ കാണിച്ചുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് പറയുകയാണ്. ടീച്ചർ ആദ്യം ഒരു പരീക്ഷാ ചോദ്യം തന്നെ ഇട്ട് അതങ്ങ് തുടങ്ങാം. സോഡിയം എന്ന ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11. ഇതാണ് സോഡിയം കിടക്കുന്നത്. ആ സോഡിയത്തിന് ഇങ്ങനെ സോഡിയം 11 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാനും ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും പീരീഡ് കണ്ടുപിടിക്കാനും ചോദിക്കും. 3ഉം ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ടീച്ചർ ഫോളോ ചെയ്യുന്നത്, ടീച്ചർ പറഞ്ഞു തരുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അതെങ്ങനെ എഴുതും? ഇതൊരു 11 ആണെങ്കിൽ 1s2 2s2 2p6, അപ്പോൾ എത്ര എണ്ണമായി? 10 എണ്ണമാണ്. ഇനി 3s1, അപ്പോൾ ഈ മുകളിലുള്ളതെല്ലാം കൂട്ടി നോക്കിയാൽ 11ആയി. കണ്ടോ? ആറ്റോമിക് നമ്പറിൻ്റെ അത്ര ഇലക്ട്രോൺ വെച്ചു. ഇനി നമ്മൾ ഈ ലാസ്റ്റ് സബ്ഷൽ ഏതാണെന്ന് നോക്കിയാൽ അതാണ് അതിൻ്റെ ബ്ലോക്ക്. ഒന്നാമത് കണ്ടുപിടിക്കുന്നത് ബ്ലോക്ക് ആണെന്ന് തീരുമാനിച്ചു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അവസാനം ചേരുന്ന, ഇലക്ട്രോൺ ലാസ്റ്റ് ചേർക്കുന്ന സബ്ഷെല്ലാണ്. അപ്പോൾ എസ് ബ്ലോക്കാണ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ബ്ലോക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റേത് എസ് ബ്ലോക്കാണ്. അതായത് ഈ ലാസ്റ്റ് ഭാഗത്ത് അവസാനം ഇലക്ട്രോൺ വന്ന് ചേരുന്ന സബ്ഷെല്ലാണ് ബ്ലോക്കായിട്ട് എടുക്കേണ്ടത്. ബ്ലോക്ക് കഴിഞ്ഞാൽ എപ്പോഴും ഗ്രൂപ്പ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ബ്ലോക്ക് ഏതാണോ, എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിലെ ആ അവസാന സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എടുത്തെഴുതിയാൽ ഗ്രൂപ്പിൻ്റെ മാർക്കായി. എസ് ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇനി മറ്റുള്ളവയ്ക്ക് പറഞ്ഞു തരാം. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ്, ആ എസ് ബ്ലോക്കിലെ ആ ലാസ്റ്റ് സബ്ഷെല്ലിൽ ഇലക്ട്രോൺ എത്രയാണോ അതാണ്. ഇനി പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമെയുള്ള ഷെല്ല്, ഇത് സബ്ഷെല്ല്, ഇതാണ് ആ ഷെല്ല്. ഏറ്റവും പുറമേ വരുന്ന ഷെല്ലിൻ്റെ നമ്പറാണ് പീരീഡ്. അപ്പോൾ 3 മാർക്കായി. 1 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന്, 2 ബ്ലോക്ക് എഴുതുന്നതിന്, 3 ഗ്രൂപ്പ് എഴുതുന്നതിന്, 4 പീരീഡ്. അങ്ങനെ 4 മാർക്കും ആയി. അപ്പോൾ ഒരു എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്ക് അങ്ങനെയാണ്. ഇപ്പോൾ സോഡിയത്തിന് ശരിയല്ലേ എന്ന് നോക്കി. സോഡിയം എസ് ബ്ലോക്കിലാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് സോഡിയം. അതുപോലെ തന്നെ ഈ നിര എണ്ണുമ്പോൾ 1 2 3, മൂന്നാം നിര അഥവാ മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം. അപ്പോൾ എസ് ബ്ലോക്കിലുള്ളവയുടെ കണ്ടുപിടിക്കുന്നതിന് ലാസ്റ്റ് ഇലക്ട്രോൺ, അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെൽ എഴുതുക. അതിലെ ഇലക്ട്രോൺ എഴുതിയാൽ ഗ്രൂപ്പായി, അതിൻ്റെ ഷെല്ല് എഴുതി കഴിഞ്ഞാൽ പീരീഡായി. അത്രയും സിമ്പിളാണ്. ഇനി നമുക്ക് ഒരു പി ബ്ലോക്കിലെ ഇലമെൻറ്റിൻ്റെ, ഒരു മൂലകത്തിൻ്റെ നോക്കാം. പി ബ്ലോക്കിലെ മൂലകത്തിന് എസ് ബ്ലോക്കിലെ മൂലകങ്ങളെക്കാൾ വ്യത്യാസത്തിലാണ് ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത്. നിങ്ങളൊരു മൂലകം എഴുതുക, അതിന് ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ 8 ആറ്റോമിക് നമ്പർ. അപ്പോൾ ഇതിങ്ങനെ തരും. ഇത്രയും കാര്യം നമ്മൾ ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ ചോദിക്കും. ആദ്യം നമ്മൾ എഴുതേണ്ടത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. 1s1 S2 2s2. അത് കഴിഞ്ഞ് ഇപ്പം 2 2 4ആയി. 2pയിലും കൂടെ 4ആയി. ഇങ്ങനെയാണ് ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ 1 മാർക്കായി. ആദ്യമായിട്ട് നമ്മൾ ബ്ലോക്ക് എഴുതുന്നു. ബ്ലോക്ക് ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇതേപടി എഴുതുക. ടീച്ചർ ഒരു പേപ്പറൊക്കെ എടുത്ത് എഴുതിക്കൊണ്ടിരുന്നാൽ അങ്ങനെയും കുറേ സമയം പോകും.
നോക്ക്, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചതുപോലെ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്ന ഏത് സബ്ഷെല്ലാണോ ആ അക്ഷരം എഴുതിയാൽ മതി. ഇനി ഗ്രൂപ്പിന് പി ബ്ലോക്ക് ആണെങ്കിൽ മനസ്സിലൊരു 12 മനസ്സിലെഴുതണേ. അതിൻ്റെ കൂടെ പിയിലെ എത്ര ഇലക്ട്രോൺ ആണ്, ഇവിടെ എസ്സിലെ ഇലക്ട്രോൺ ആണെങ്കിൽ വെറുതെ എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു ഗ്രൂപ്പിന്. ഇതങ്ങനെ പോരാ, പിയിലെ ഇലക്ട്രോണ് എത്രയാണോ അത് എഴുതിയിട്ട് കൂട്ടണം. 16. അപ്പോൾ ഗ്രൂപ്പ് 16. ഈ 16 എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? 12 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുക്കണം ഒരു സ്ഥിരസംഖ്യയായിട്ട്. അതായത് ഇവിടം വരെയുള്ള ആ സംഖ്യയാണ് ഈ 12 എന്ന് എടുത്തത്. പി ബ്ലോക്കിന് തൊട്ട് മുമ്പുള്ള സംഖ്യയായിട്ട് 12 നമ്മൾ എടുത്തു. അതുവരെയുള്ള ഗ്രൂപ്പ് എടുത്തിട്ട് പിയിലെ ഇലക്ട്രോൺ കൂട്ടിയാൽ മതി. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പപ്പണി. വേറെ പണികൾ 10 കൂട്ടുന്നൊക്കെ പരിപാടികളുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പം ടീച്ചർ അങ്ങ് പറഞ്ഞു തരികയാണ്. അതിനുശേഷം പീരിയഡ് ഇവിടെ അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന ഷെല്ലിൻ്റെ നമ്പറാണ് പീരിയഡ്. ഇവിടെ 2 ഷെല്ലിൻ്റെ നമ്പർ. അപ്പോൾ അത് ശരിയായി. അപ്പോൾ നോക്കൂ, അവസാന ഇലക്ട്രോൺ വന്നു ചേർന്ന സബ്ഷെല്ല് ബ്ലോക്കായും ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആണെങ്കിൽ 12 എന്ന സ്ഥിരസംഖ്യ, 12 എവിടെ നിന്ന് വന്നെന്ന് ഞാൻ കാണിച്ചു, അതിന് മുമ്പ് വരെയുള്ള ഗ്രൂപ്പുകളാണ്. 12 എന്ന നമ്പറിൻ്റെ കൂടെ ഈ പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അതുപോലെ പീരിയഡ് എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് അത്രയും വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ കൂടിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതും ഇപ്പം ഇങ്ങനെയൊക്കെ എഴുതി കാണുമ്പോൾ കുറേ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നല്ല ടീച്ചർ വളരെ ചിട്ടയായിട്ടാണ് എഴുതുന്നത്. പുതിയ പേപ്പറൊന്നും എടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രം. ഇനി ഡി ബ്ലോക്കിലെ ഇത് നമുക്ക് ഓക്സിജൻ ശരിയാണോ എന്ന് കൂടെ നോക്കിയിട്ട് പോകാം. ഓക്സിജൻ പി ബ്ലോക്കിലാണെന്ന് കണ്ടുപിടിച്ചു. 16ാമത്തെ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ നിര പരിശോധിക്കുകയാണെങ്കിൽ 2ാമത്തെ നിരയിലാണ് വരുന്നത്. പീരിയഡ് 2ാമത്തെ നിരയിലാണ്. ഇത് 1ാം നിര ഇങ്ങനെ, ഇത് 2ാം നിര. അടുത്ത ഡി ബ്ലോക്ക് നമുക്ക് നോക്കാം. ഡി ബ്ലോക്കിലെ 1ാമത്തെ മൂലകമായ സ്കാൻഡിയത്തിൻ്റെ എഴുതി നോക്കാം. സ്കാൻഡിയം 21. ടീച്ചർ അതെടുക്കാൻ കാരണം ഉള്ളത് ഈ ചെറുതാണല്ലോ. ഇപ്പോൾ എല്ലാ ആ ഒരു പാറ്റേണിൽ തന്നെ ഓരോന്ന് വീതമേ ഓരോ ഗ്രൂപ്പിൽ നിന്നും പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാം, എല്ലാം ശരിയാവുകയും ചെയ്യും. സ്കാൻഡിയത്തിന് 21. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. 1s 2, 2s 2, 2 p's 4. അപ്പോൾ 6 4 10 ഇലക്ട്രോൺ തീർന്നു. ഇനി നമുക്ക് 11 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. 3s 2, 3p 6. അപ്പോൾ 18 എണ്ണം തീർന്നു. ഇനി 3dയിൽ 1, 4sൽ 2. ഇങ്ങനെയാണ് സ്ഥിതി. ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 1ാമത്തെ മാർക്ക് കാണും. അത് കഴിഞ്ഞ് ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും എഴുതുന്നതിന്. ആദ്യം ബ്ലോക്കാണ് എഴുതുന്നത്. ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് ചേരുന്നതെന്ന് നോക്കിയിട്ടാണ്. ഇവിടെ അവസാന ഇലക്ട്രോൺ ചേരുന്നത് ഇവിടെ നിറഞ്ഞ ശേഷം ഈ ഡി സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത്. അപ്പോൾ ഡി സബ്ഷെല്ലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നതിനാൽ ബ്ലോക്ക് ഡി ആണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിന് ഡി ബ്ലോക്കിന് ഓരോന്നും ബ്ലോക്ക് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ബ്ലോക്ക് കണ്ടുപിടിച്ച ശേഷം എപ്പോഴും ഗ്രൂപ്പ് പറയുന്നത്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഡിയിലെയും എസ്സിലെയും ഈ 2 എണ്ണവും കൂടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് 3, 1, 2, 3. അത്രയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഷെല്ല്. അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിലും കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഷെല്ല് ഈ ലാസ്റ്റ് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഷെല്ലും 4 എന്നുള്ള ഷെല്ലാണ് ഏറ്റവും വലിയ ഷെല്ല്. അപ്പോൾ അത് 4ാമത്തെ പീരീഡാണ്. അപ്പോൾ ഈ ഡി ബ്ലോക്കിൻ്റെ വളരെ ഒന്ന് ശ്രദ്ധിക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡി ബ്ലോക്കിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എസ്സിലെ ഇലക്ട്രോൺ നിറഞ്ഞ ശേഷം ഡിയിൽ എന്ന സബ്ഷെല്ലിലാണ് അവസാനം വന്നു ചേരുന്നത്. അതുകൊണ്ട് ബ്ലോക്ക് ഡി. അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സുകാർ ചിന്തിക്കും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഡിയിൽ ഇലക്ട്രോൺ വരുന്നക്ക രീതിയിലുണ്ട് എങ്കിൽ അത് ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക് വരുന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് ഡിയിലെയും എസ്സിലെയും അവസാനം വന്ന എസ്സിലെയും ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടുന്നതാണ്. അടുത്തതായിട്ട് പീരീഡ് എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഷെല്ല് എന്നാണ്. ഇലക്ട്രോൺ വന്ന് ചേരുന്നതായിട്ട് ബന്ധമില്ല. 3 കഴിഞ്ഞിട്ട് 4ാമത്തെ ഷെല്ലാണ് അവസാനത്തെ ഷെല്ല്. അവസാനത്തെ ഷെല്ലിൽ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ 4 ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാത്തരം ഗ്രൂപ്പിലുള്ളതും എല്ലാത്തരം ബ്ലോക്കിലുള്ളതുമായ ആറ്റങ്ങളുടെ ബ്ലോക്ക്
ഗ്രൂപ്പ്, പീരീഡ് എന്നിവ കണ്ടുപിടിക്കുന്നതിന് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കണ്ടുപിടിക്കുന്ന രീതി ടീച്ചർ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത പേജിൽ ഇത് ഓരോന്നും കണ്ടുപിടിക്കുന്നത് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് പരീക്ഷാ ചോദ്യമായിട്ട് ഓരോ ചാർട്ടുകളെയും കണക്കാക്കി നമുക്കിനി ചെയ്താൽ മതി. അപ്പം അടുത്ത പേജ് നമുക്കൊന്ന് നോക്കാം. അടുത്ത പേജിലെ ചാർട്ട് പട്ടിക ഇതാണ്. ആ പട്ടികയിൽ സബ്ഷെൽ ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ തന്നു. പിന്നെ സമയം കളയാതിരിക്കാൻ വേണ്ടി ടീച്ചർ എല്ലാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും അങ്ങ് എഴുതി. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എഴുതിയിട്ട് തെറ്റുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതായിട്ടിരിക്കും. ഏറ്റവും അവസാനം ഇലക്ട്രോൺ പൂരണം, ഇലക്ട്രോൺ വന്നു ചേരുന്നതാണ് ഇലക്ട്രോൺ പൂരണം എന്ന് പറയുന്നത്. ഇവിടെ എസ്സിലാണ് ഏറ്റവും അവസാനം വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെയും എസ്സിലാണ്, ഇവിടെ പിയിലാണ്, ഇവിടെയും പിയിലാണ്. ഇവിടെ വളരെ ശ്രദ്ധാപൂർവ്വം എഴുതാവൂ, ഇത് ഡി ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ 4s നിറഞ്ഞ ശേഷം ടീച്ചർ എഴുതി തെറ്റുണ്ടായിരുന്നു, 4s2 3d1. അപ്പോൾ ഡിയിലാണ് ഇനി ആവശ്യത്തിന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഇലക്ട്രോൺ ഡിയിലാണ്. അതുപോലെ തന്നെ ഇത് ടീച്ചർ എളുപ്പപ്പണി ചെയ്തു. ഇത് മൊത്തത്തോടെ എഴുതുമ്പോൾ ഇവിടം വരെ എഴുതേണ്ടി വരുന്നു. ആർഗൺ ഇട്ട് ഇവിടം വരെ എഴുതി. അത് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. 3p6 വരെ എഴുതുന്നതിന് പകരം ആർഗൺ ഇട്ട് ഇങ്ങനെയുള്ള ചതുര ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ആർഗൺ ഇട്ട് ഇവിടം വരെ തീർന്നു. പിന്നെ 3d4s എന്ന് ഓർത്തിരിക്കണം. 26 ആയതുകൊണ്ട് 3d6. അങ്ങനെ ടീച്ചറെ പെട്ടെന്ന് അതൊരു ടിപ്പ് പറഞ്ഞു തന്നാണ്. 26 3d6, 21 3d1, 4s2 കണ്ടോ. എന്നിട്ട് ഇവിടെയും 4s2 ആയിട്ട് നിറഞ്ഞ ശേഷമാണ് ഡിയിൽ. അപ്പോൾ ഇവിടെ ഡി. അവസാനമായി ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ലുകളാണ് എഴുതിയിരിക്കുന്നത്. ആ സബ്ഷെല്ലുകളെയാണ് ബ്ലോക്കായിട്ട് പിന്നീട് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇവിടെ ഒരു മഞ്ഞ നിറത്തി ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് സബ്ഷെല്ലിലാണോ അവസാനമായി ഇലക്ട്രോൺ പൂരണം നടന്നത് അതാണ് ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ ഇനി ഏതൊക്കെ ഉണ്ട് എന്നുള്ളതിന് 2, പി ബ്ലോക്കിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഡി ബ്ലോക്കിൽ 3 മുതൽ 12 വരെയുള്ളതാണ്. എഫ് ബ്ലോക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ചുവടെ 2 നിരയായിട്ട്, പ്രത്യേകം ഗ്രൂപ്പുകൾ പറയുന്നില്ല, 2 നിരയായിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഒറ്റ ഇതിൽ ഒരേ സമയത്ത് പീരീഡും ഗ്രൂപ്പും എല്ലാം ഒന്നിച്ചാണ് പഠിച്ചത്. ഇനി ഇവിടെ അത് പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമുക്ക് പരീക്ഷാ ചോദ്യം പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നവ ചെയ്യാം. കാരണം നമ്മൾ ഈ പീരീഡ് കണ്ടുപിടിക്കുന്നതും ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതും എല്ലാം പലവിധ ആറ്റങ്ങളുടേത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചു. ഇനി എന്ത് പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം, ഏത് പീരീഡിൽ ഉൾപ്പെടണമെന്ന് എഴുതണം. അതിനുശേഷം നമ്മൾ പലതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചാർട്ട് കൂടി ചെയ്യുകയാണ്. ആദ്യം അതിനുവേണ്ടി ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതുന്നത്. വീഡിയോയുടെ സമയം പോകാതിരിക്കാൻ വേണ്ടി ടീച്ചർ 12 തന്നാൽ 12 ഉള്ളതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു. മൂലകം സി കാർബൺ ആണ്. 6 തന്നാൽ 6 ഉള്ളത് എഴുതുന്നു. അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഓണാക്കി നോക്കുക. ഇവിടെ ഓരോന്നിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് പീരീഡ് കണ്ടുപിടിക്കുന്ന രീതി ടീച്ചർ പറഞ്ഞായിരുന്നു. നമുക്ക് തന്നിരിക്കുന്നതിൽ അവസാനത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്. രണ്ടാമത്തെ ഷെല്ല് 2 എന്ന് എഴുതിയിരിക്കുന്ന ഷെല്ലുകളുള്ള ഉണ്ട്. അതിൽ 2s-ഉം 2p-യും 3 എന്ന് പറയുന്ന ഷെല്ലും ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഷെല്ലിൻ്റെ നമ്പറാണ് പീരിയഡ്. ഏറ്റവും ഉയർന്ന ഷെൽ നമ്പറാണ് പീരിയഡായിട്ട് എടുക്കേണ്ടത്. ഇവിടെയും 1-ാം ഷെല്ലിന് 1s, 2-ാം ഷെല്ലാണ് ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ 2, 2s-ഉം 2p-യും. ഇവിടെ 2 ഒക്കെ കഴിഞ്ഞിട്ട് 3 എന്ന് പറയുന്നതിൽ സബ്ഷെല്ലുണ്ട്. 3 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഷെൽ നമ്പർ, അതുകൊണ്ട് 3. ഇവിടെ 3 കഴിഞ്ഞ് 4 ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ, അതുകൊണ്ട് 4 പീരീഡ് നമ്പർ. അപ്പോൾ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം ഒരു മഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പറാണ് പീരിയഡ്. അടുത്തത് ഗ്രൂപ്പ് നമ്പർ. നമ്മൾ ആദ്യമേ തന്നെ എളുപ്പവഴിയിൽ പഠിച്ചല്ലോ. അതിൽ ഗ്രൂപ്പ് നമ്പറാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ആ ഗ്രൂപ്പ് നമ്പർ ഓരോ ബ്ലോക്കിനും വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് വളരെ വേഗത്തിൽ നമ്മൾ ഗ്രൂപ്പാണ് കണ്ടുപിടിച്ചോണ്ടത്. എസ് ബ്ലോക്കിന് അതിൻ്റെ ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതൊരു പരീക്ഷാ ചോദ്യമായി കണക്കാക്കി ചെയ്യാം. ഇതാ ഓരോ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതിയിട്ടുണ്ട്. 3 ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 1s,
2s 1 എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ എഴുതിയപ്പം മാറിപ്പോയി. 2 1 3 3 വരാവൂ. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ വന്ന് ചേർന്നിരിക്കുന്ന ആ എസ്സിൽ ഒരു ഇലക്ട്രോൺ ആണ്. ഇത് എസ് ബ്ലോക്കാണ്. എല്ലാം എസ് ബ്ലോക്ക് എഴുതാൻ ചോദിച്ചാൽ അവസാന ഇലക്ട്രോൺ വന്ന് ചേർന്നിരിക്കുന്നത് എസ്സിലാണ്. അതുകൊണ്ട് എസ് ബ്ലോക്കാണ്. എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കി. ഇവിടെ 1, ഇവിടെ ഈ എസ്സിൽ 1, ഇവിടെ ഈ എസ്സിൽ 2, ഇവിടെ ഈ ലാസ്റ്റത്തെ ഇതിലും 2. ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പുകൾ ആ എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഈ കാൽസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കാം. 3p 6 കഴിഞ്ഞാൽ 4s2 നിറഞ്ഞു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 3d ഇതിനിടയ്ക്ക് ഉണ്ട്, പക്ഷെ 3dയിൽ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് എഴുതിയിട്ട് ഇല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധാപൂർവം നോക്കിയേക്കണം കേട്ടോ. പി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധമാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതിൽ പി ബ്ലോക്കിൽ 3 മുതൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. 13 മുതൽ 18 വരെ, അതായത് 12 വരെയുള്ള ഗ്രൂപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി ടീച്ചർ നോക്കിയിട്ട് എസും പിയും ഇങ്ങനെ എഴുതി വെക്കുകയല്ല ചെയ്തത്. ടീച്ചർ ഇവിടെ ഒരു കോളം കൊടുത്ത് ഗ്രൂപ്പ് എന്നിടുകയാണ്. എന്നിട്ട് 12നോട് പിയിലെ ഇലക്ട്രോൺ കൂട്ടി നിങ്ങൾ പറയണം. 12 1 13, പിയിലെ ഇലക്ട്രോൺ ഇവിടെ 2, അപ്പോൾ 12 2 12 2 14. പിയിലുള്ള ഇലക്ട്രോൺ നോക്കണേ. 12 3 15, 12 4 16, 12 5 17, 12 6 18. വീഡിയോ പോസ് ചെയ്തിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ വേഗത്തിലാണ് കണ്ടുപിടിച്ച് അതേ ഗ്രൂപ്പ് നമ്പറാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അടുത്ത പേജ് എടുത്തപ്പോൾ ഡി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതാണ്. ഡി ബ്ലോക്ക് ഏത് പീരീഡ് മുതലാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ 4ാമത്തെ പീരീഡ് തൊട്ടാണ് തുടങ്ങുന്നത്. അതുമാത്രമല്ല 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ കൂടിയാണ് അതിനെ വിന്യസിച്ചിരിക്കുന്നത്. വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ വെച്ചേക്കുന്നത്. അതിന് നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നോക്കിയപ്പോൾ ഇവിടെ ഇതെല്ലാം 20 ഒക്കെ കൂട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ആർഗൺ ഇട്ട് ഒരു ചതുര ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 18 എണ്ണത്തിനെ അതിൽ കൊള്ളിക്കാം. എന്നിട്ട് 3d 4s എന്ന് ഓർത്ത് വെക്കുന്നു. 4sൽ നിറഞ്ഞിട്ട് 18 2 20 1 മിച്ചം ഇവിടെ. അപ്പോൾ അതിനൊരു എളുപ്പപ്പണി സൂക്ഷിച്ചു നോക്കുന്നവർക്കുണ്ട്. ആർഗൺ 3d 4s എന്ന് എഴുതിയാൽ 21 ആണെങ്കിൽ 3d 1 ആയിരിക്കും. എസ്സിലെപ്പോഴും 2 ആയിരിക്കും. 4s 2 ആയിരിക്കും. ഓർമ്മയോടെ ചെയ്ത് നോക്കാവേ. ഇത് അയൺ ആർഗൺ 3d 4s. എന്നിട്ട് ഇവിടെ 26 ഉണ്ട്, അതുകൊണ്ട് 3d 6 4s2 ശരിയാവുമെന്ന് നോക്കാം. 18 2 20 6 26 ശരിയല്ലേ? അതുപോലെ തന്നെ സിങ്ക് ആർഗൺ ഇട്ടു 3d 4s. അപ്പോൾ ഇത് 30 അതുകൊണ്ട് ഞാനിവിടെ 10 ഇട്ടു, ഇവിടെ 2 ഇട്ട് നിറച്ചു. അപ്പോൾ ഇത് എഴുതാൻ എളുപ്പമായിരുന്നു. ഗ്രൂപ്പ് നമ്പർ എഴുതുന്നത് അതിലെ 2 ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയതാണ്. അപ്പോൾ 6 2 8, ഇവിടെ 10 2 12. എല്ലാം ശരിയല്ലേ? കണ്ടോ, അവർ കണ്ടുപിടിച്ചേക്കുന്നത് വളരെ ശരിയാണ്. ഇനി ഇവിടെ 2 എണ്ണം ടീച്ചർ എഴുതാതെ വിട്ടിട്ടുണ്ട്. അതിന് പ്രത്യേക ഇലക്ട്രോൺ വിന്യാസമാണ്. അത് നമ്മൾ ഓർത്തിരുന്ന് ചെയ്യണം. ക്രോമിയവും കോപ്പറിനും ആർഗൺ ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട 3d 4s ഒക്കെ തന്നെയാണ്. പക്ഷേ 4sൽ 1 ഉള്ളൂ, 3dയിൽ 5 ഉണ്ട്. അപ്പോൾ ശരിയാവുമെന്ന് നോക്കാം. ആർഗൺ 18 1 19 5 24. ഈ 4sൽ 1 വരുന്ന പ്രത്യേകത കാണിക്കുന്ന മൂലകമാണ് ക്രോമിയം. അതുപോലെ തന്നെ ആർഗൺ ഇട്ടിട്ട് വീണ്ടും ഇതിട്ടിപ്പോൾ ഇതിൻ്റേതുമായി. അതുപോലെ 3d 4sന് മാറ്റമില്ല. ഇവിടെയും കോപ്പർ ആയതുകൊണ്ട് ഇവിടെ 1 ഇവിടെ 10. അപ്പോൾ നമ്മൾ 2ലെയും ഇലക്ട്രോൺ കൂട്ടി നോക്കുന്നു. 10 1 11. അതുപോലെ ഇവിടെ 5 1 6. ഗ്രൂപ്പ് ശരിയല്ലേ? അപ്പോൾ ഡി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന രീതി ഡിയിലെയും എസ്സിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി എടുത്താൽ മതി. അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് ഇവിടെ ഒരു മഞ്ഞ ബോക്സിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷാ ചോദ്യത്തോടെ ടീച്ചർ ഈ ക്ലാസ് ഇവിടെ നിർത്താം. കാരണം ഇനി പഠിക്കുന്നത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇന്നത്തെ പരീക്ഷാ ചോദ്യം
നൈട്രജൻ ആറ്റോമിക് നമ്പർ 7. ഇതിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ്. ഇത്രയും നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ടീച്ചർ പഠിപ്പിച്ച ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതിൽ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.